നിങ്ങളുടെ സ്വകാര്യത പങ്കിടുമ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങളുടെ ശക്തിയുടെ താക്കോൽ നൽകുകയാണ്. ഇത് പിന്നീട് അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായി മാറിയേക്കാം. ഒരു പക്ഷി ജീവിച്ചിരിക്കുമ്പോൾ അത് ഉറുമ്പുകളെ തിന്നും, പക്ഷേ മരിക്കുമ്പോൾ ഉറുമ്പുകൾ അതിനെ തിന്നും. സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. ഈ ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്, അല്ലെങ്കിൽ വേദനിപ്പിക്കരുത്. ഇന്ന് നിങ്ങൾ ശക്തനായിരിക്കാം, പക്ഷേ സമയം നിങ്ങളെക്കാൾ ശക്തനാണ്. ഒരിക്കൽ നിങ്ങളെ ചതിച്ചവർ 1000 തവണ നിങ്ങൾ ചതിക്കും. ഉപ്പുവെള്ളം ആണെന്ന് മനസ്സിലാക്കാൻ കടൽ മുഴുവൻ കുടിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും താൽക്കാലികമാണ്. അതുകൊണ്ട് ജീവിതം നല്ലതായിരിക്കുമ്പോൾ അത് ആസ്വദിക്കുകയും പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യുക. ജീവിതം നല്ലതല്ലെങ്കിൽ അത് എന്നേക്കുമായി നിലനിൽക്കില്ലെന്നും നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നു എന്നും ഓർമ്മിക്കുക. എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പരാജയപ്പെടും എന്ന് ഭയപ്പെടരുത്. അത് ഉപേക്ഷിക്കുകയും അരുത്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ. ഒരിക്കലും മറ്റുള്ളവരിൽ നിങ്ങളുടെ സന്തോഷം തിരയരുത്. അത് നിങ്ങളെ ഏകാന്തതയിലേക്ക് നയിക്കും. സന്തോഷം നിങ്ങളിൽ തന്നെ തിരയുക. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. നിങ്ങളെ അപമാനിക്കുന്ന ആളുകളുടെ പ്രധാന ലക്ഷ്യം നിങ്ങളെ ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ മൗനം കൊണ്ട് അവരെ നിരാശരാക്കുകയും നിങ്ങളുടെ വിജയം കൊണ്ട് അവരെ ഞെട്ടിക്കുകയും ചെയ്യുക. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിന് മുമ്പിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം 2 കാര്യങ്ങളാണ്. 1, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. 2, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് തന്നെ അമ്മയാണ്. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോൾ മാത്രമാണ് അത് മനോഹരമാകുന്നത്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനും ആക്കുന്നു. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മാത്രം മതി. ഇഷ്ടംപോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാവും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് കരുതി നിരാശരാവരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടേതായ ഒരു ദിവസം വരും. അപ്പോൾ നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. വന്നുപോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയാൻ ഇടവരുത്തില്ലെന്ന് ഉറപ്പിക്കുക. കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റുന്നതാണ്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല.